അങ്ങനെ BB ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഒരു വിധം പൂട്ടിക്കെട്ടി പോയി എന്ന് പറയാം. അതിലേറ്റവും കൂടുതൽ സ്റ്റാർസ് കിട്ടിയിരിക്കുന്നത് ഷാനവാസിനും ജിസേലിനുമാണ്. ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് വീട്ടുകാരോട് പറയുകയാണ്. അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാരും ഉറപ്പായിട്ടും ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു. ജിസേൽ ഇപ്പോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ജിസേലിന് കിട്ടേണ്ട പരിഗണന കിട്ടും. പോരാത്തതിന് അതിഥികളായിട്ട് വന്നിട്ടുള്ള ശോഭാ വിശ്വനാഥിനായാലും റിയാസിനായാലും ജിസേലിന് പ്രിയപ്പെട്ടതായതുകൊണ്ട് ജിസേലിന് വാരിക്കൊരു സ്റ്റാർസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഭൂരിഭാഗം ആൾക്കാരും ജിസേലിനെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ജിസേലിന് 2 ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ പണിപ്പുരയിൽ പോയിട്ട് സ്വന്തം വസ്തുക്കൾ എടുക്കാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാം. ജിസേൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. പിന്നീട് ഏറ്റവും കുറവ് സ്റ്റാറുകൾ ആർക്കാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ റെനയ്ക്കും 1 സ്റ്റാർ, സാബുമാനും 1 സ്റ്റാറാണ്. ഇവരിൽ ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു. എല്ലാവരും കൂടെ അതിന് ഒരേ അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. റെനേനെ തിരഞ്ഞെടുക്കുന്നു. പിന്നീട് ആദില, ആര്യൻ, ലക്ഷ്മി ഇവർ 3 പേരിൽ ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ ഇതേപോലെ തന്നെ എല്ലാവരോടും പറയുന്നു. അതിൽ അക്ബറും ജിഷനും ഒഴിച്ച് ബാക്കി എല്ലാവരും ആദിലേനെ സെലക്ട് ചെയ്യുന്നു. ഇവർ 2 പേരും ആര്യനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഭൂരിപക്ഷം ആദിലെ ആയതുകൊണ്ട് ആദിലേനെയും ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു. പിന്നീട് അതിഥിയായിട്ട് വന്ന് റിയാസിന് ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പറയുന്നു. റിയാസ് വന്നിട്ട് ഒണീലിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അവിടെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് പരാതി പറയുന്നുണ്ട്. ഷാനവാസ് മോശമായിട്ട് സംസാരിക്കുന്നു, അവിടെ ഉള്ളവരെല്ലാവരും ഇതായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുന്ന റിയാസ് ഇന്നലെ ഒണിയിൽ ഈ പ്രൊവോക്ഡ് ആയ സമയത്ത് വായിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച എന്നൊരു വിഷയമല്ലായിരിക്കും. ചിലർ സംസാരിച്ചാൽ മാത്രമായിരിക്കും ചിലപ്പോൾ റിയാസിന് പ്രശ്നമുള്ളത്, അറിഞ്ഞുകൂടാ. ഏതായാലും ഒണിയിലിനെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്ന ആൾക്കാർ ജിസേൽ, ആദില, ഒണിയിൽ. ജയിൽ നോമിനേഷനിലേക്ക് വന്നിട്ടുള്ളത് റെന ഫാത്തിമ. അതേപോലെ ഇന്നലെ റിയാസിനൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നല്ലോ, അപ്പം അതിനെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം റിയാസ് കറക്റ്റായിട്ട് ചെയ്തില്ല. കാരണം 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണ് ഈ കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ട് പാടിക്കേണ്ടിയിരുന്നത്. റിയാസ് എന്ത് ചെയ്തു, 2 സമയത്ത് ഈ ജിസേലിൽ മറ്റേ പരിശോധിക്കുന്ന സമയത്ത് എല്ലാവരെയും കൊണ്ട് ഒരു തവണ പാടിച്ചു. പിന്നെ രാത്രിയിൽ അകത്ത് നിന്നപ്പോൾ ഈ റൂമിൽ നിന്നിട്ടും എല്ലാവരെയും കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല, 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു പാടിപ്പിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ ടാസ്കിൽ പരാജയപ്പെട്ടതുകൊണ്ട് വീട്ടുകാർക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്. അത് നാളെ പറയാം എന്നും ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നുണ്ട്.